വെൽക്കം ടു അസ്നാസ് കിച്ചൺ. അപ്പോൾ വെയിറ്റ് ലോസിന്റെ വീഡിയോ 2 ദിവസമായി ഇട്ടിട്ട് അപ്പൊ കുറെ പേര് അത് ഇട്ടിട്ട് പോയിട്ടുണ്ടാവും. പക്ഷെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടും വെയിറ്റ് ലോസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടും ഞാൻ ഇന്നത്തെ മീൽസ് പ്ലാൻ, അതും 2 days ഉള്ള മീൽസ് പ്ലാൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഡേ 4ഉം ഡേ 5ഉം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അത് മാത്രമൊന്നല്ല, നിങ്ങൾക്ക് ഒരു എന്തായാലും നിങ്ങൾക്ക് വെയിറ്റ് കുറയുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. വെറും 20 ദിവസം കൊണ്ട് 10 കിലോ. ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് 20 ദിവസം കൊണ്ട് 10 കിലോ കുറയുന്നു. ഇപ്പൊ തന്നെ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ എന്റെ വെയിറ്റ് കുറഞ്ഞത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വീണ്ടും എന്റെ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. അതും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്താം. അത് മാത്രമല്ല, ഇങ്ങനെ കുറഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ എന്റെ വെയിറ്റ് കുറയൂലേ, അതേപോലെ നിങ്ങൾക്കും വെയിറ്റ് കുറയും. ഇത് ഞാൻ ഇത് മുമ്പേ ട്രൈ ചെയ്ത് എനിക്ക് പരീക്ഷിച്ചിട്ടുള്ള ആ കാര്യമാണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത്. അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി, ഒരുപാട് ക്യാഷ് മുടക്കാതെ കുറഞ്ഞ ചെലവില് നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട്, നമ്മൾ സാധാ പച്ചക്കറികളും നമ്മളെ വീട്ടിൽ വാങ്ങുന്ന ഫ്രൂട്ടും അത് മാത്രമല്ല നമ്മളെ വീട്ടിൽ വാങ്ങുന്ന മുട്ടയും, ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് അത് നമ്മളെ വീട്ടിൽ സ്വാഭാവികമായിട്ട് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. ഗോതമ്പ് പൊടി ഉണ്ടാവും, റവ ഉണ്ടാവും, ഒക്കെ വെച്ചിട്ട് കുഞ്ഞൊരു മീൽസ് മെനു ഒക്കെ ഞാൻ റെഡി ആക്കിയിട്ട് നിങ്ങൾക്ക് തരുന്നത്. ഇത് മാത്രം കഴിച്ചാൽ മതിയടോ നമുക്ക് വെയിറ്റ് കുറയാന്. അല്ലാതെ ഹെവി ആയിട്ട് സാലഡിനായിട്ട് ഒരുപാട് ക്യാഷ്, അത് മാത്രമല്ല പിന്നെ ഹെവി ആയിട്ട് ഇപ്പം കീറ്റോ ഡയറ്റ് ചെയ്യാണെന്നുണ്ടെങ്കിൽ വെറും ഫിഷും ചിക്കനും മാത്രമൊക്കെ കഴിച്ചിട്ട് അങ്ങനെയൊക്കെയല്ലേ. ഇത് അങ്ങനെയൊന്നുമല്ല. സാധാ നോർമലി കഴിക്കുന്ന ഫുഡിലെ ചോറിനെയും തട്ട പഞ്ചസാരയും തട്ട എന്നിട്ട് നമ്മൾ ഡയറ്റ് ചെയ്യുന്നു. വെറും 20 ദിവസം കൊണ്ട് 10 കിലോ കുറക്കാം, അതും ഈസിയായി. അപ്പൊ നിങ്ങൾക്ക് എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. കൂടാതെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ മീൽസ് മെനു കണ്ടിട്ട് വരാം. ഞാൻ നേരത്തെ പറഞ്ഞു 2 ഡേയ്സിനുള്ള മീൽസ് മെനു ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ എന്തായാലും നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക, സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാൻ ശ്രമിക്കുക. അപ്പൊ എല്ലാവരും വെയിറ്റ് ഒന്ന് കുറഞ്ഞിട്ട് വരണം. അത് മാത്രമാണ് നമ്മൾ ഈ വീഡിയോസ് തന്നെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ മീൽസ് മെനു കണ്ടിട്ട് വരാം. ഇതാണ് ഞാൻ വെയിറ്റ് ലോസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള ഫോട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ എടുത്തു വെക്കുക. ഇതാണ് എൻ്റെ ഡേ 4ലെ വെയിറ്റ്. അപ്പോൾ ഞാൻ 63 കിലോ ഉള്ളത് 61ലേക്ക് എത്തിയില്ലേ. അപ്പോൾ ഡേ 4ൻ്റെ മീൽസ് മെനു കണ്ടിട്ട് വരാം. അപ്പോൾ ഡിറ്റോക്സ് വാട്ടർ ചിയ ഡ്രിങ്ക് എടുക്കുക. ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനായി നമുക്കൊരു കട്ടൻ കാപ്പിയും ഒരു ബോയിൽഡ് എഗ്ഗും കറിയും പിന്നെ 3 സ്ലൈസ് ബ്രെഡും, വീറ്റ് ബ്രെഡ് കേട്ടോ. ഇത്രയും എടുക്കുക. അതിനുശേഷം ഒരു 11 മണിയാകുമ്പോഴേക്കും മിഡ് മോർണിംഗ് സ്നാക്കായിട്ട് റോബസ്റ്റ പായ എടുക്കുക. പിന്നെ നമുക്ക് ലഞ്ച് ഓപ്ഷനായിട്ട് എടുക്കേണ്ടത്, ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് ജീരക വെള്ളവും പിന്നെ ഒരു ബുൾസയും കുക്കുംബർ സ്ലൈസ് ചെയ്തതും പിന്നെ പച്ചപ്പപ്പായ തൂമിച്ചത് ഉപ്പേരിയാക്കിയത് കേട്ടോ. പിന്നെ അതിനുശേഷം ഗ്രീൻ ടീ. ഇനി ഈവനിങ് സ്നാക്കായിട്ട് ഓപ്ഷനായിട്ട് നമുക്ക് എടുക്കാം, ഒരു ഓറഞ്ച് എടുക്കാം, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവൈലബിൾ ആയിട്ട് എന്താണോ ഫ്രൂട്ട് എടുക്കാം. പിന്നെ 6 മണിയാകുമ്പോഴേക്കും നമ്മൾ ഡിന്നർ ഓപ്ഷനായിട്ട് ഒരു കപ്പ് ഓട്സ്, പിന്നെ ഒരു ഗ്രീൻ ടീ. പിന്നെ എന്നും പറയുന്ന പോലെ നന്നായിട്ട് എക്സസൈസോ അല്ല എന്നുണ്ടെങ്കിൽ നടക്കുകയോ ചെയ്യുക. പിന്നെ 3 ലിറ്റർ വെള്ളം കിടക്കുമ്പോഴേക്കും രാത്രി ആകുമ്പോഴേക്കും കുടിച്ചു തീർക്കാം. ഇനി ഡേ 5ലെ മീൽസ് മെനു ആയിട്ട് വരാം. ചിയ ഡ്രിങ്ക് തന്നെ എന്നും പറയുന്ന പോലെ തന്നെ ഡിറ്റോക്സ് വാട്ടർ ആയിട്ട് എടുക്കാം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനായിട്ട് 2 ചപ്പാത്തിയും പിന്നെ ഒരു ബൗള് കടലക്കറി എടുക്കാം. അതിനുശേഷം 5 മിനിറ്റോ 10 മിനിറ്റ് ശേഷം ഒരു ഗ്രീൻ ടീയും കൂടി എടുക്കാം. ഇനി മിഡ് മോർണിംഗ് സ്നാക്കായിട്ട് ഒരു ആപ്പിൾ കഴിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട് എടുക്കാം. പിന്നെ ലഞ്ച് ഓപ്ഷനായിട്ട് 2 ഗോതമ്പ് ദോശയും ഒരു ചിക്കൻ കറിയും എടുക്കാം, ഒരു ബൗൾ കേട്ടോ. പിന്നെ ഒരു കുക്കുംബർ സൈസ് ചെയ്തതും. പിന്നെ ഈവനിങ് സ്നാക്കായിട്ട് പോപ്കോൺ എടുക്കാം. ഡിന്നർ ഓപ്ഷനായിട്ട് നമുക്ക് എല്ലാ കട്ട് ഫ്രൂട്ട്സ് സലാഡ് ആക്കിയിട്ട് കഴിക്കാം. ഫ്രൂട്ട്സ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കഴിക്കാം കേട്ടോ. പിന്നെ ഒരു ഗ്രീൻ ടീയും കൂടി എടുക്കുക. പിന്നെ എന്നും പറയുന്ന പോലെ തന്നെ വെള്ളം 3 ലിറ്റർ എന്തായാലും രാത്രി ആകുമ്പോഴേക്കും കുടിച്ച് തീർക്കാം. പിന്നെ എന്തായാലും നടക്കുകയല്ല എന്നുണ്ടെങ്കിൽ എക്സസൈസോ ഒക്കെ കൊടുക്കാം. അപ്പൊ കണ്ടല്ലോ ഇന്നത്തെ മീൽസ് മെനു, ഈസി അല്ലേ. അത് മാത്രമല്ല നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കാം. അതിൽ കുറഞ്ഞ ഓയിൽ, കോക്കനട്ട് ഓയിലൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുക. പിന്നെ പറയാനുള്ളത്, എക്സസൈസോ വർക്കൗട്ടോ അല്ലെങ്കിൽ നടക്കുകയോ ചെയ്തല്ലോ ഏതെങ്കിലും ഒന്ന് എന്തായാലും ഒന്ന് ചെയ്തു കൊടുക്കണം കേട്ടോ. നമ്മളെ ശരീരത്തോട് നമുക്ക് കുറച്ചെങ്കിലും ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ വിചാരിച്ച വെയിറ്റിലേക്ക് എത്തണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ചെയ്തു കൊടുക്കാം. പിന്നെ ആര് എന്ത് പറഞ്ഞാലും വെയിറ്റ് ലോസ് ചെയ്യുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ്, അല്ലാതെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം ഒന്നും അല്ല.
അത് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ കിട്ടുന്ന ആ ഒരു സന്തോഷം അത് അനുഭവിച്ചവർക്കേ അറിയുള്ളൂ. നല്ല തടിയോട് കൂടി നമ്മള് കഴിഞ്ഞു കൂടുമ്പോൾ നമുക്ക് ശരീരവേദന ഉണ്ടാവും, കാൽമുട്ട് വേദന ഉണ്ടാവും, യൂറിക് ആസിഡിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും, അങ്ങനെ ഹെവി ആയിട്ടുള്ള പല പല പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ തടി അങ്ങ് ചുരുങ്ങി കഴിഞ്ഞിട്ട് കിട്ടുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് വലുത് തന്നെയാണ്. അത് അനുഭവിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയാണ്, ഇപ്പൊ ഞാൻ വെയിറ്റ് കൂടിയപ്പോ എനിക്ക് വീണ്ടും പഴയ വെയിറ്റിലേക്ക്, അതായത് ഞാൻ കുറച്ച് വെയിറ്റിലേക്ക് എത്തണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും ചെയ്യുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നിർത്തിയേക്കാലോ. പക്ഷെ അതല്ല, വെയിറ്റ് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശരീരത്തിൽ കിട്ടുന്ന ആ ഒരു ബുദ്ധിമുട്ടുകൾ മാറിയിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ പറ്റുന്നതും, നല്ല രീതിയിൽ സ്ലിം ആയി കഴിഞ്ഞിട്ടുള്ള ഒരു ബെനഫിറ്റ്സ് അത് നിങ്ങൾക്ക് നേരിട്ട് തന്നെ അനുഭവിക്കാനുള്ളതാണ്. അത് തടിയുള്ളവരോട് ചോദിച്ചാൽ മനസ്സിലാവും എന്തൊക്കെയാ ബുദ്ധിമുട്ടുകൾ. അപ്പം തടി ഇല്ലാത്തവർ, ഇപ്പൊ തീരെ കുറഞ്ഞവരാണെന്നുണ്ടെങ്കിൽ മാത്രം വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ നോർമലി ഒരു കാണാൻ കുഴപ്പമില്ലാത്ത രീതിയിൽ ഉള്ള വെയിറ്റ്, അതായത് നമ്മുടെ ആവറേജ് വെയിറ്റ് ഉണ്ടല്ലോ, ഒരാൾക്ക് എത്ര വെയിറ്റ് വേണം എന്നുള്ള ആ ഒരു വെയിറ്റിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിന് കൂട്ടാൻ ശ്രമിക്കരുത്. എന്തായാലും അത് കൂടുതലുള്ളവരാണെങ്കിൽ അത് കുറക്കാൻ ശ്രമിക്കുക. അത് മാത്രല്ല, ഇനി മുന്നോട്ടുള്ള ജീവിതത്തിലും എന്നും ഈ ഒരു വെയിറ്റിൽ തന്നെ നിൽക്കും എന്ന് നമ്മൾ മനസ്സിൽ ഒന്ന് പറഞ്ഞു നോക്കാം. അപ്പൊ ഈസി ആയിട്ടല്ലേ നമ്മളെ ഡയറ്റ് പ്ലാനും വെയിറ്റ് ലോസും കാണുന്നത്. അപ്പൊ എന്തായാലും എല്ലാവരും സ്റ്റിക്ക് ഓൺ ചെയ്ത് നല്ല രീതിയിൽ വെയിറ്റ് കുറക്കാൻ ശ്രമിക്കുക. അപ്പൊ വീണ്ടും പുതിയ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. ബൈ.